ആ സത്യത്തിന് ബലി കൊടുത്ത് സുഹൃത്തിനെ രക്ഷിക്കാനുള്ള പുറപ്പാടിലാണോ? അവന്തിക ശത്രുവായാൽ ഗൂഗിളിന് എന്തെങ്കിലും പേടിയുണ്ടോ? എനിക്ക് പേടി നിന്നെക്കുറിച്ചാ. ഞാൻ ആരും അറിയാതെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെല്ലാം നിന്നെക്കുറിച്ചുള്ള സത്യങ്ങളാ. നേരത്തെ പറഞ്ഞ അക്കൗണ്ട്സ് എല്ലാം ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ പാസ്വേഡ് ഒന്ന് തന്നാൽ ഈ സിസ്റ്റത്തിലൊന്ന് ടാലി ചെയ്ത് നോക്കായിരുന്നു. തൽക്കാലം നീ അത്രയ്ക്ക് കഷ്ടപ്പെടണ്ട. ആ ഫയലിങ് തന്നാ മതി, ബാക്കി ഞാൻ ചെയ്തോളാം. ശരി ചേച്ചി. നീ അവളുടെ ബുദ്ധി കണ്ടില്ലേ? നീ മനസ്സിൽ കണ്ടപ്പോ അതവൾ മാനത്ത് കണ്ടു. അത്ര പെട്ടെന്നൊന്നും നമുക്ക് ലക്ഷ്യം നേടാൻ പറ്റില്ലെന്ന് നമുക്കറിയാലോ അമ്മേ. ഇതൊക്കെ ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാ. സാവധാനം എല്ലാം ഞാൻ എൻ്റെ കൈക്കലാക്കിക്കൊള്ളാം. എനിക്ക് അതല്ല സംശയം. എന്നാലും ആ കൊച്ചു അവളും തമ്മിലുള്ള സ്നേഹം കണ്ടിട്ടേ എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടി മോളെ, ഇനി ഇവളുടെ സ്വന്തം കൊച്ചിനെ ദത്തെടുത്തതായിരിക്കോ? അതായത് പണ്ടെങ്ങാനും വല്ല അബദ്ധവും പറ്റിയിട്ട് കൊച്ചിനെ വല്ല അനാഥാലയത്തിലും ആക്കിയിട്ട് പിന്നെ സൗകര്യം കിട്ടിയപ്പോ ദത്തെടുപ്പ് നാടകം നടത്തി കൊണ്ടുവന്നാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഈ കൊച്ചിന്റെ തന്ത ആരായിരിക്കും? ഇതൊരു വല്ലാത്ത തിരിച്ചടിയായിപ്പോയി. ഇത് താൽക്കാലികമാണ്. ഈ സ്റ്റേ ഉടനെ മാറും. കേസ് സച്ചിക്ക് അനുകൂലമായി വരികയും ചെയ്യും. പക്ഷേ കുറച്ച് സമയമെടുക്കും. പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് പരിഹരിച്ചാൽ മതിയായിരുന്നു. എന്തായാലും അവരുടെ ഹർജി ഫയലിൽ സ്വീകരിച്ചല്ലോ. ആ സ്ഥിതിക്ക് ഉടൻ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാവും. പക്ഷേ സമൃദ്ധ ഇതിനെ ഇമോഷണലായിട്ട് കാണരുത്. അങ്ങനെ എടുത്തു ചാടിയാൽ എനിക്ക് ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒരു തരത്തിലും ഗോകുലിന്റെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. രാജീവ് എന്താ പറഞ്ഞു വരുന്നത്? ഏത് കാര്യങ്ങളാണെങ്കിലും ഞാൻ പറയുന്ന പോലെ മാത്രമേ ചെയ്യാവൂ. അല്ലെങ്കിൽ എനിക്ക് മറ്റു പല തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഞാൻ പറയുന്നത് സമൃദ്ധിക്ക് മനസ്സിലായോ? മനസ്സിലായി. അളിയൻ ആള് കൊള്ളാലോ. അവന്തികയെ വീണ്ടും പ്രതികൂട്ടിലാക്കിയല്ലേ? ഞാനോ? അതെ, അനുരുദ്ധം കേസിലെ കോടതി പുനരന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നിൽ അളിയനല്ലേ? അളി എന്തൊക്കെയായി പറയുന്നത്? ഞാൻ അതൊക്കെ എന്നേ വച്ചു കിട്ടിയതാ. പിന്നെ അതിന്റെ പിന്നിലൊന്നും ഞാൻ ഇല്ല. ആ കേസിൽ ചിലപ്പോ ഞാൻ തന്നെ ആയിരിക്കും വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സസ്പെൻസ്. അയാളെ കൊന്നത് അവന്തികയാണെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടണം. അത് ന്യായമല്ലേ? അതൊക്കെ. പക്ഷെ ഈ കേസിൽ ഗോകുൽ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഓർമ്മയില്ലാത്തതുകൊണ്ട് അർച്ചന നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല. പക്ഷേ അർച്ചനയാണ് സമൃദ്ധ എന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് മറച്ചു വെക്കാൻ നിങ്ങൾക്കുണ്ടായിരുന്ന സ്വകാര്യ താല്പര്യം എന്തായിരുന്നെന്ന് എനിക്കറിയണം. ഈ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും തകരാതിരിക്കാൻ വേണ്ടി മാത്രമാ ഞാൻ ഒന്നും ആരെ അറിയിക്കാതിരിക്കാൻ തീരുമാനിച്ചത്. ഓർമ്മയില്ലാത്ത അർച്ചനെ ഇവിടെ നടത്തിയെടുത്ത് സച്ചിയുടെ ജീവിതത്തിലേക്ക് പറിച്ചു നട്ടതുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമുള്ളത്? എല്ലാം പോട്ടെ. പാവം ഗൗരിമോള്, അവളുടെ മുഖ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ എന്നെ ഓരോ തവണയും പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതുവരെ ഈ രഹസ്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇനി പറയേയില്ല. കാരണം ഗോകുൽ എന്റെ നല്ല സുഹൃത്താ. സുഹൃത്തുക്കളെ ശത്രുക്കളാക്കുന്ന പണിയാണ് ഞാൻ ചെയ്യുന്നത്. ഗൂഗിളിന്റെ ജോലിയല്ലേ ചെയ്യുന്നേ? ജോലിയാണ്. പക്ഷേ അവന്തിക നമ്മുടെ സുഹൃത്തു കൂടിയാണല്ലോ. അഡ്വക്കേറ്റ് കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ അവർക്കെതിരെയായിരുന്നല്ലോ എൻ്റെ കണ്ടെത്തലുകൾ. ഇതും കൂടെ ആവുമ്പോൾ പൂർണ്ണമായിട്ട് അവരെൻ്റെ ശത്രുവാകും. ആളിയെ സ്വന്തം ജോലി ആത്മാർത്ഥയോടെ ചെയ്താ ഈ ചിന്തയൊന്നും ഉണ്ടാവില്ല. നോക്കാം.
എന്താടോ? സത്യത്തിനും നീതിക്കും പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് ഗോകുലെന്നാ ഞാൻ ഇതുവരെയും വിശ്വസിച്ചിരുന്നത്. എന്നു മുതലാ ഇങ്ങനെ മാറ്റം ഉണ്ടായത്? എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷേ ചില സത്യങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മൾ അറിയാതെ ഭയപ്പെട്ടു പോകും. അപ്പോൾ ഇതുപോലെ ചിലപ്പോൾ പെരുമാറ്റത്തിലൊക്കെ ചില മാറ്റങ്ങളുണ്ടാവും. എന്ത് സത്യം അറിഞ്ഞ കാര്യ ഗൂഗിള് പറയുന്നത്? എടോ, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കാര്യം സംസാരിച്ചതാ. എന്നെ വിട്ടേക്ക്, ഞാനിപ്പോൾ ഇങ്ങനെയാ. എടോ, ഞാനൊരു അഡ്വക്കേറ്റാ. ദിവസവും എത്ര പേരുടെ ജീവിതങ്ങളാണ് എൻ്റെ കൺമുന്നിലൂടെ കടന്നു പോകുന്നതെന്ന് അറിയാമോ? നമ്മൾ അറിയുന്ന സത്യങ്ങളല്ല പലപ്പോഴും പറയുന്ന സത്യങ്ങൾ. അതിലും എത്രയോ ചെറുതാണ് കോടതിയിൽ പറയുന്നത്. പിന്നെ അതിനെ വളച്ചൊടിച്ചാണ് മാധ്യമങ്ങൾ എഴുതുന്നതും പറയുന്നതും. പക്ഷെ അപ്പോഴും മറ്റൊരിടത്ത് സത്യം സത്യമായിട്ട് തന്നെ നിൽക്കും. ആ സത്യത്തിന് ബലി കൊടുത്ത് സുഹൃത്തിനെ രക്ഷിക്കാനുള്ള പുറപ്പാടിലാണോ? അവന്തിക ശത്രുവായാൽ ഗൂഗിളിന് എന്തെങ്കിലും പേടിയുണ്ടോ? എനിക്ക് പേടി നിന്നെക്കുറിച്ചാ. ഞാൻ ആരും അറിയാതെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെല്ലാം നിന്നെക്കുറിച്ചുള്ള സത്യങ്ങളാണ്. നിന്നെ നഷ്ടപ്പെടുന്ന നിമിഷത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ പേടിക്കുന്നത്. ഗൂഗിൾ എന്താ ഒന്നും പറയാത്തെ? എടോ, സത്യത്തിന് മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആർക്കും പറ്റില്ല. അതെനിക്കറിയാം. എന്ത് സംഭവിച്ചാലും ഞാൻ സത്യത്തിൻ്റെ കൂടെ മാത്രമേ നിൽക്കൂ. ഗൂഗിള് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ ഉള്ളിൽ വെച്ച് സംസാരിക്കുന്ന പോലെ. ഗൂഗിള് പറഞ്ഞതുപോലെ ഞാനൊരു അഡ്വക്കേറ്റ് അല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. എന്തായാലും ഗൂഗിള് സത്യത്തിന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ നിനക്കിനിയും സമയമെടുക്കുന്ന സമൃദ്ധ. അന്ന് നീ തിരിച്ചറിയും ഞാൻ അറിഞ്ഞതും അനുഭവിച്ചതും ഒക്കെ എന്തായിരുന്നു എന്ന്.